ഇവള് വെറും ഫേക്കാണ്. വഴിക്ക് നല്ലൊരു ആകാശ വ്യൂ. ആകാശത്തിന്റെ വ്യൂ. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാ ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മളിപ്പോ അങ്ങനെ പന്തളം കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് കൊട്ടാരക്കര, അടൂര് എവിടേക്കോ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇനി നേരെ മൈലം അപ്പൊ നേരെ ഇനി ട്രിവാൻഡ്രം വെച്ച് പിടിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് പോയിട്ട് കുറച്ച് മൈലം ട്രിവാൻഡ്രത്ത് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ആരുണ്ടാവില്ല. എന്റെ ഫാൻസ് ഉണ്ട്. മൈലം നെയ്യുമ്പോ സ്ഥൈര്യം എന്ന് പറയണ പോലെ. കുടിച്ചോ? ഓക്കെ, ഇനി നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ശോഭേച്ചി വീവേഴ്സ് വില്ലേജിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. എനിക്ക് അതിയായ ആഗ്രഹം ശോഭേച്ചിനെ കാണണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ശോഭേച്ചിനെ കാണാൻ വേണ്ടി വീവേഴ്സ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശോഭേച്ചിനെ കാണാൻ പോവാണ്. അല്ല, വ്യൂവേഴ്സ് വില്ലേജ് കാണിക്കണ്ടേ? വ്യൂവേഴ്സ് വില്ലേജ് ഞാൻ എപ്പോഴും ചേച്ചിയോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. നല്ല പച്ചപ്പ്, നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ കല്ല് കാട് ആംബിയൻസ് ആയതുകൊണ്ടാണോ? കാട് ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണല്ലോ, പടിഞ്ഞാറ്റുമുറി കാട്ടിലാണ് എന്തായാലും. അപ്പൊ ഇത് നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല നല്ല രസമുണ്ട്. ഇവൾ അറിഞ്ഞിട്ടില്ല. സ്ക്രിപ്റ്റാണ് ഗൈസ്, സ്ക്രിപ്റ്റാണ്. എല്ലാം സ്ക്രിപ്റ്റാണ് ഗൈസ്, എല്ലാം സ്ക്രിപ്റ്റാണ് ഗൈസ്, സ്ക്രിപ്റ്റാണ്. കണ്ടാണ് നിങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്ത് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. സ്നേഹയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇവള് വെറും ഫേക്കാണ്. ഇവള് ഫുൾ സ്ക്രിപ്റ്റഡാണ്. ഇവളെ നിങ്ങൾ വിശ്വസിക്കാനേ പാടില്ല. ഇവള് നിങ്ങളെ വിറ്റ് വില വാങ്ങും. അല്ല, ഏറ്റവും രസം തരുമോ? നേരത്തെ ശോഭേച്ചിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഒരാൾ എടുത്തു, ശോഭ ഇസ് ഇൻ മീറ്റിംഗ്. ഓക്കെ, ഞാൻ വിൽ കോൾ യു ലേറ്റർ. അല്ല, ഞാൻ എന്റെ PA ക്ക് കൊടുക്കാന്ന് അതും പറഞ്ഞു. PA വിളിച്ചിട്ട് അത് മീറ്റിംഗിലാണെന്ന്. എത്ര ആൾക്കാരാണ് അറിയോ? സെലിബ്രിറ്റി മാനേജർ, ലൈഫ് അങ്ങനെയാണ്. അല്ല, നമ്മളെ വിളിച്ചിട്ട് ഒരാളുടെ കൈയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കണ്ട. മാനേജർ, അത് കഴിഞ്ഞ PA. ഇനി ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും വിളിക്കുകയോ വിചാരിച്ചു. അപ്പൊ കാത്തിരുന്നുണ്ടല്ലോ, വേറെ മുളച്ച്. അയ്യോ, ഞാൻ മറ്റേ ഓഫീസിലായിരുന്നു. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, വീണ്ടും വീണ്ടും സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ബ്ലൂബെറി വെൽവെറ്റ് കേക്ക് എങ്ങനെയുണ്ട്? ഞാൻ ക്യാമറമാനായത്. താങ്ക് യു. നമ്മള് കുറച്ചെടുത്ത് ഇച്ചിരി അവിടെയും ഇച്ചിരി ഇവിടെയും. അഞ്ഞ് മേക്കപ്പ് പോട്ടെ. യോ, നല്ല കേക്കടാ, അരമുക്കാ മണിക്കൂർ ഇനി ഇവിടെ മേക്കപ്പിന് വേണ്ടിട്ട് നിക്കണം. പക്ഷെ നല്ല രസമുണ്ട് ഈ കേക്ക്, അടിപൊളിയുണ്ട്. അതെ, അല്ല നമ്മൾ ഫുഡ് കഴിക്കണോ? അല്ല, ചേച്ചിനെ വിളിക്കണ്ടേ? നിങ്ങൾ എവിടേക്കാ നിൽക്കുക? എനിക്കൊന്ന് വീഡിയോ എടുക്കണം. ഞാനിപ്പോ കഴിപ്പിക്കൂട്ടോ. എന്തെങ്കിലും അഭിനയിക്കടാ, അഭിനയിക്ക്. അതല്ല, ഇങ്ങനെ നോക്കണം. ഓ, അങ്ങനെ. ഞങ്ങളിവിടെ ശോഭ മാമിന്റെ വീവേഴ്സ്. അപ്പൊ ഞങ്ങള്
അപ്പോൾ നമ്മൾ മാനവീയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്, തിരുവനന്തപുരം മാനവീയം. അപ്പോൾ നമ്മുടെ ദിയ ചേച്ചി ഉണ്ട്, ശോഭേച്ചി ഉണ്ട്, ചേച്ചി 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കേക്ക് മുറിക്കാനാണ് ചടങ്ങ് കേട്ടോ. അല്ല ഞാൻ ഒഫീഷ്യൽ ക്യാമറമാനാണ്. ആ ഓക്കെ. അല്ല ഞാൻ ക്യാമറമാൻ. അല്ല ഞാൻ Happy birthday, happy birthday to you, happy birthday to you, happy birthday dear Sneha, happy birthday to you. Camera kai. ഇതിൽ കിട്ടി. ഉരുൾപൊട്ടലൊന്നും വേണം. പെട്ടാനോ? അയ്യോ അങ്ങനെ അതെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷത്തിന് ശേഷം നമ്മളെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ബർത്ത്ഡേ കാരണം. അതെ, എന്റെ ഒരു ബർത്ത്ഡേ കാരണം ഒരു അവസരം നഷ്ടമായി. അത് നമ്മൾ വീണ്ടും പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നതായിരിക്കും. വേണ്ട ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? സ്നേഹയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം സ്നേഹ ഇന്ന് ഒരാളുടെ ജീവൻ രക്ഷിച്ചു. അത് മാനവീയത്തിലുള്ള ഒരാളുടെ ജീവൻ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ലാൻറ്റേൺ ഗ്രൂവ് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോ നമ്മള് തിരുവനന്തപുരത്ത് സ്റ്റേജിൽ എന്തായാലും ബർത്ത്ഡേ എല്ലാവരും ആഘോഷിപ്പിച്ചു. അടിപൊളിയായിരുന്നു. ഓ അടിപൊളി റെസ്റ്റോറന്റ്. ഞങ്ങൾക്കിത് ജിഞ്ചർ, ഞങ്ങൾക്ക് ഇത് തന്നിട്ടും ശോഭ വിശ്വനാഥിന്റെ കുറച്ച് വലിയ ഗ്ലാസ്സിലോ സ്പെഷ്യൽ ഡ്രിങ്ക് അതായത് ചൂട് വെള്ളത്തിൽ കുറച്ച് ജിഞ്ചർ ഇടുക, കുറച്ച് ഹണി ഇടുക, പിന്നെ കുറച്ച് സ്നേഹം ഇടുക. സ്നേഹം എത്ര അളവിലോട്ട് നമ്മളെ ഫുഡാണ് ഇന്നത്തെ ഫുഡ്. അതെ, സ്പെഷ്യൽ എടുക്കുന്നവർക്ക് ഇവിടെ വോയിസ് ഇല്ല. പഞ്ചാര കബാബ്.